എല്ലാ സുഹൃത്തുക്കൾക്കും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയെ കുറിച്ചാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, ഇതിൽ തന്നെ പ്രധാനമായിട്ടും ISROയുടെ വിക്ഷേപണ വാഹനമായ PSLVകളെ കുറിച്ചും GSLVകളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അതായത് ISROയുടെ വിക്ഷേപണ വാഹനങ്ങളാണ് ഏതൊക്കെ? PSLV ആൻഡ് GSLV. ഓക്കെ, 1993 നമ്മൾ ഈ PSLV എന്ന് പറയുന്ന ഈ വിക്ഷേപണ വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1993 സെപ്റ്റംബർ 20 മുതലാണ് ഇന്ത്യ PSLV എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്? ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അതിലെ പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് 104 ഉപഗ്രഹങ്ങളെ, അതായത് ഒരൊറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച് ചരിത്രം സൃഷ്ടിച്ച ISROയുടെ വാഹനമാണേത്? PSLV C-37 എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെയാണ് ISRO ബഹിരാകാശത്ത് എത്തിച്ചത്. അത് ഏത് വാഹനത്തിലാണ്? PSLV C-37 എന്ന വാഹനത്തിലാണ്. 2017 ഫെബ്രുവരി 15 വിക്ഷേപണ ഡേറ്റ് എന്നാണ്? 2017 ഫെബ്രുവരി 15. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് B. ജയകുമാർ. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ്? ഒരൊറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച ISROയുടെ വാഹനമാണേത്? PSLV C-37. 101 വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹവും 3 ഇന്ത്യൻ ഉപഗ്രഹങ്ങളുമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ആകെ മൊത്തം 104 ഉപഗ്രഹങ്ങൾ. 2017 ഫെബ്രുവരി 15 പ്രൊജക്ട് ഡയറക്ടർ B. ജയകുമാർ. എന്നാൽ ഒരൊറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളായിരുന്നു ലോക റെക്കോർഡ്. ഈ റെക്കോർഡ് 2021 ജനുവരി 24 സ്പേസ് എക്സ് എന്ന അമേരിക്കൻ കമ്പനി തകർത്തു. അല്ലെങ്കിൽ ഒരൊറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച് ISROയുടെ റെക്കോർഡ് മറികടന്നു. അപ്പോൾ നിലവിൽ ഒരൊറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച കമ്പനിയാണേത്? സ്പേസ് എക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി. ഇതൊരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഓക്കെ, അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യം നേതൃത്വം കൊടുക്കുന്നത് നാസയാണ്. അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഏത്? സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9, അതായത് നമ്മുടെ ISROയുടെ PSLV പോലെ സ്പേസ് എക്സിന്റെ ഒരു വിക്ഷേപണ വാഹനമാണേത്? ഫാൽക്കൺ 9. ഈ 143 ഉപഗ്രഹങ്ങളെ ഒരൊറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണേത്? ഫാൽക്കൺ 9. ഈ പ്രൊജക്ടിന്റെ പേരാണ് ട്രാൻസ്പോർട്ടർ 1 എന്നറിയപ്പെടുന്നു. ഈ പ്രൊജക്ടിന്റെ പേരെന്തായിരുന്നു? ട്രാൻസ്പോർട്ടർ 1. കഥ മനസ്സിലായോ? ഒരൊറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളായിരുന്നു ലോക റെക്കോർഡ്. ഈ റെക്കോർഡ് സ്പേസ് എക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി തകർത്തു. അവർ ഒരൊറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ചു. അവരുടെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരൊറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച അമേരിക്കൻ കമ്പനിയാണേത്? സ്പേസ് എക്സ് എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഫാൽക്കൺ 9 ആയിരുന്നു. അപ്പൊ നമ്മൾ PSLV C-37 കുറിച്ച് പറഞ്ഞു. അടുത്ത 38ഉം 39ഉം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ കേട്ടിരിക്കുക. PSLV C-38 ഒരുപാട് നാനോ സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് നാനോ സാറ്റലൈറ്റുകൾ. അതിൽ ഇന്ത്യയുടെ ഒരു നാനോ സാറ്റലൈറ്റ് ആയിരുന്നു നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ ന്യൂസാറ്റ് എന്ന ഉപഗ്രഹം. PSLV
C-38 ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹമായിരുന്നു ഏത്? നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ ന്യൂസാറ്റ് എന്ന ഉപഗ്രഹം. അപ്പൊ 37 നമ്മൾ പഠിച്ചു, 104 ഉപഗ്രഹങ്ങൾ. 38 നമ്മൾ പഠിച്ചു, നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ ന്യൂസാറ്റ്. ഇനി PSLV C-39 ഒരു പരാജയ മിഷൻ ആയിരുന്നു. ISROയുടെ ഒരു പരാജയ മിഷൻ ആയിരുന്നു ഏത്? PSLV C-39 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ IRNSS സീരീസിലെ IRNSS-1H എന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ നോക്കി. പക്ഷെ എന്തു പറ്റി? PSLV C-39 പരാജയപ്പെട്ടു. അപ്പം PSLV C-37 104 ഉപഗ്രഹങ്ങൾ, 38 നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ ന്യൂസാറ്റ് എന്നൊരു ഉപഗ്രഹം, PSLV C-39 എന്തായിരുന്നു? ഒരു പരാജയമായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് നോക്കാം. PSLV C-40 ISROയുടെ 100ാമത്തെ ഉപഗ്രഹമായ കാർട്ടോസ്റ്റാറ്റ് 2. എങ്ങനെയാ? ISROയുടെ 100ാമത്തെ ഉപഗ്രഹമായ കാർട്ടോസ്റ്റാറ്റ് 2 വിക്ഷേപിച്ചത് 2018 ജനുവരി 12 അത് കൊണ്ടുപോയ വാഹനമാണ് ഏത്? PSLV C-40 എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ISROയുടെ 100ാമത്തെ ഉപഗ്രഹമായ കാർട്ടോസ്റ്റാറ്റ് 2 വിക്ഷേപിച്ച വാഹനമാണ് ഏത്? PSLV C-40. ഏത് ദിവസം? 2018 ജനുവരി 12. ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ചോദ്യം വന്നു കാണും, PSLV C-21 ഈ 100ുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ? ഉണ്ട്. ISROയുടെ 100ാമത്തെ ദൗത്യം എന്നാണ് ചോദ്യമെങ്കിൽ PSLV C-21. തെറ്റിപ്പോരുത്. 100ാമത്തെ ഉപഗ്രഹം എന്നാണെങ്കിൽ കാർട്ടോസ്റ്റാറ്റ്, 100ാമത്തെ ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം എന്നാണെങ്കിൽ PSLV C-40. എന്നാൽ ISROയുടെ 100ാമത്തെ ദൗത്യം, 100ാമത്തെ മിഷൻ എന്നാണെങ്കിൽ എന്തു പറയണം? PSLV C-21. തെറ്റിക്കരുത്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസ്റ്റാറ്റ് 2ഉം ISROയുടെ 100ാമത്തെ മിഷൻ PSLV C-21. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് PSLV C-44 കുറിച്ചാണ്. എന്താ പറയുന്നത്? PSLV C-44 ഇന്ത്യയുടെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2ഉം പ്രതിരോധ ഉപഗ്രഹമായിരുന്ന മൈക്രോസാറ്റ് 6ഉം വിക്ഷേപിച്ചത് PSLV C-44. അപ്പോൾ ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് ഏത്? കലാംസാറ്റ് V2. 1.26 കിലോഗ്രാം മാത്രമാണ് ഇതിന്റെ ആകെ ഭാരം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്വകാര്യ കമ്പനിയിൽ നിർമ്മിച്ച് ISRO വിക്ഷേപിക്കുന്ന ആദ്യ ഇന്ത്യൻ ഉപഗ്രഹമാണ് ഏത്? ഈ കലാംസാറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിർമ്മിച്ച് ISRO വിക്ഷേപിക്കുന്ന ഒരു ആദ്യത്തെ ഉപഗ്രഹമാണ് ഏത്? കലാംസാറ്റ് V2. സ്പേസ് കിഡ്സ് ഇന്ത്യ, ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന ചെന്നൈ ആസ്ഥാനമാക്കിയ കമ്പനിയിലാണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, അതായത് ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. അതുപോലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിർമ്മിച്ച് ISRO വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമാണ് ഏത്? കലാംസാറ്റ് V2. സ്പേസ് കിഡ്സ് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിന്റെ പേര്? സ്പേസ് കിഡ്സ് ഇന്ത്യ. ചെന്നൈ ആസ്ഥാനമാക്കിയ ഒരു കമ്പനിയാണ് ഏത്? സ്പേസ് കിഡ്സ് ഇന്ത്യ. PSLV C-44 ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു PSLV C-44 പ്രധാനമായിട്ട് 2 ഉപഗ്രഹങ്ങൾ, കലാംസാറ്റും മൈക്രോസാറ്റും. ഈ മൈക്രോസാറ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഒരാവശ്യമുണ്ട്, പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ DRDO വികസിപ്പിച്ച ഒരു മിസൈലാണ് ASAT എന്ന് പറയുന്നത്. ഈ ASAT എന്ന് വെച്ചാൽ ഉപഗ്രഹ വേധ മിസൈലാണ്, അല്ലെങ്കിൽ ആന്റി സാറ്റലൈറ്റ് മിസൈലാണ്. സംഭവം ഇത്രയേ ഉള്ളൂ.
ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങളെ വരെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഒരു മിസൈലാണ് ഇത് എസാറ്റ് എന്ന് പറയുന്നത്. ഈ ഉപഗ്രഹ വേദ മിസൈല് ലോകത്ത് 4 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഊഹിക്കാമല്ലോ ആർക്കൊക്കെ ആയിരിക്കുമെന്ന്. അമേരിക്ക, റഷ്യ, ചൈന, ഇപ്പോൾ ഇന്ത്യ. അപ്പോൾ ഓർത്തു വെച്ചേക്ക, ഉപഗ്രഹ വേദ മിസൈൽ സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇത് ഇന്ത്യ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ എസാറ്റ് എന്ന് പറയുന്ന മിസൈൽ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എസാറ്റ് എന്ന് പറയുന്ന മിസൈൽ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആ പരീക്ഷണ ദൗത്യത്തിന്റെ പേരായിരുന്നു മിഷൻ ശക്തി. അപ്പോൾ എന്താണ് മിഷൻ ശക്തി എന്ന് വെച്ചാൽ, DRDO വികസിപ്പിച്ച എസാറ്റ് എന്ന് പറയുന്ന മിസൈല് ഇന്ത്യ പരീക്ഷിച്ചതിന് പറയുന്ന പേരാണ് ഇത് മിഷൻ ശക്തി എന്ന്. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നാണ് എസാറ്റ് എന്ന് പറയുന്ന ഈ മിസൈല് ഇന്ത്യ വിക്ഷേപിച്ചത്. മൈക്രോസാറ്റ് 6 എന്ന് പറയുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് ഇത് നശിപ്പിച്ചത്. അതായത് ഈ മിഷൻ ശക്തി എന്ന പ്രൊജക്ട് വെച്ച് എസാറ്റ് മിസൈല് തകർത്ത് കളഞ്ഞ ഉപഗ്രഹം ഏതാണ്? മൈക്രോസാറ്റ് 6 ആണ്. ക്ലിയർ അല്ലേ? ഒന്നും കൂടെ പറയാം. DRDO വികസിപ്പിച്ച ഉപഗ്രഹ വേദ മിസൈലാണ് എസാറ്റ്. ഈ സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. അങ്ങനെ ഈ എസാറ്റ് എന്ന് പറയുന്ന മിസൈല് ഇന്ത്യ പരീക്ഷിച്ച ദൗത്യത്തിന്റെ പേരാണ് ഇത് മിഷൻ ശക്തി എന്ന് പറയുന്നത്. മിഷൻ ശക്തി ഉപയോഗിച്ച് ഇന്ത്യ തകർത്ത ആ ഉപഗ്രഹത്തിന്റെ പേരാണ് ഇത് മൈക്രോസാറ്റ് 6. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് PSLV-C 48 കുറിച്ചാണ്. ഒരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. PSLV-യുടെ 50ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് PSLV-C 48 ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞത് ISRO-യുടെ 100ാമത്തെ ഉപഗ്രഹവും 100ാമത്തെ ദൗത്യവുമായിരുന്നു. പക്ഷെ ഇപ്പം പറയുന്നത് എന്താണ്? PSLV-യുടെ 50ാമത്തെ ദൗത്യമാണ് ഇത് PSLV-C 48. അപ്പൊ നിങ്ങൾ പലർക്കും തോന്നും, എങ്ങനെയാണ് ഈ PSLV-C 48 PSLV-യുടെ 50ാമത്തെ ദൗത്യമായതെന്ന്? ഒരു കഥ ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 1993 സെപ്റ്റംബർ 20-നാണ് PSLV എന്ന് പറയുന്ന വാഹനം ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ചതും അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നതും. അന്ന് അതിന്റെ പേര് PSLV-C C1 എന്നായിരുന്നില്ല, PSLV-D1 എന്നായിരുന്നു. അതായത് PSLV-യുടെ ആദ്യത്തെ വാഹനത്തിന്റെ പേര് C1 എന്നല്ലായിരുന്നു, പിന്നെ എന്തായിരുന്നു? PSLV-D1 എന്നായിരുന്നു. ഓക്കെ ആണല്ലോ. അതിനുശേഷം വിക്ഷേപിച്ചത് PSLV-D2 ആണ്. അതിനുശേഷം D3 വിക്ഷേപിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കേ, C എന്ന് പറയുന്ന സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ISRO എന്ത് ചെയ്യുന്നു? D1, D2, D3 എന്ന് 3 വാഹനങ്ങൾ വിക്ഷേപിച്ചു. ഈ D1-ഉം D2-ഉം D3-യും വിക്ഷേപിച്ചതിന് ശേഷമാണ് C1, C2, C3, C4, C5, C6, C7 എന്ന സീരീസ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഇടയ്ക്ക് PSLV-C 13 എന്ന നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൂടി ഓർത്ത് വെച്ചേക്കുക. PSLV-1 to 51-ൽ PSLV-C 13 എന്നൊരു നമ്പർ എന്ത് കൊടുത്തിട്ടില്ല? ആ ഒരു നമ്പറിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടില്ല. ഇനി നിങ്ങൾ കൂട്ടി നോക്ക്, 48 എന്ന് പറയുന്നത് 50ാമത്തെ ദൗത്യമാകുമോ എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കൂട്ടി നോക്കേ. അതായത് ആദ്യത്തെ വാഹനത്തിന്റെ പേര് PSLV-D1 എന്നും, രണ്ടാമത്തതിന്റെ പേര് D2 എന്നും, മൂന്നാമത്തതിന്റെ പേര് D3 എന്നുമായിരുന്നു. അതിനുശേഷമാണ് C1, C2, C3 ആരംഭിക്കുകയും പിന്നെ PSLV-C 13 എന്ന നമ്പറിൽ വാഹനം വിക്ഷേപിച്ചതുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കറക്റ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ PSLV-യുടെ 50ാമത്തെ ദൗത്യമായിരുന്നു ഏത്? PSLV-C 48. ക്ലിയർ ആണല്ലോ. അടുത്തത് PSLV-C 49. 2020 നവംബർ 7-ാം തീയതി EOS എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയ അല്ലെങ്കിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS വിക്ഷേപിക്കുന്നു.
അപ്പോൾ 2020 നവംബർ 7 ISRO വിക്ഷേപിച്ച PSLV ആണ് ഏത്? PSLV-C 49. അതിലുണ്ടായിരുന്ന ഒരു പ്രധാന ഉപഗ്രഹമാണ് ഏത്? EOS, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അടുത്തതാണ് PSLV-C 50. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയ CMS-01 ആയിരുന്നു അതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹം. അപ്പം PSC ചോദിക്കാം, PSLV-C 50 ഉണ്ടായിരുന്ന ഏത് ഉപഗ്രഹമായിരുന്നു? ഏതായിരുന്നു? CMS. എന്താണ് CMS? ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു. ഏത്? CMS. 2020 ഡിസംബർ 17 ഇന്ത്യ അത് വിക്ഷേപിച്ചത്. അപ്പൊ PSLV-C 48 എന്ന് പറയുന്നത് PSLV-യുടെ 50ാമത്തെ ദൗത്യം. PSLV-C 49 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയ EOS, PSLV-C 50 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയ CMS-01. അടുത്തതാണ് PSLV-C 51. 2021 ഫെബ്രുവരി 28, 2021 ഫെബ്രുവരി 28 PSLV-C 51 ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് SD-SAT അല്ലെങ്കിൽ സതീഷ് ധവാൻ സാറ്റ്, പിന്നെ ആമസോണിയ. അപ്പൊ ഓർത്തു വെച്ചേക്ക, PSLV-C 51 ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെ? SD-SAT-ഉം ആമസോണിയ. ഓക്കെ, SD-SAT-ന്റെ പ്രത്യേകത നരേന്ദ്രമോദിയുടെ പിക്ചറും ഭഗവത്ഗീതയും 25,000 വ്യക്തികളുടെ പേരും ഉൾപ്പെടുത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? SD-SAT. അപ്പൊ ഓർത്തു വെച്ചേക്ക, PSLV-C 51 SD-SAT എന്നൊരു ഉപഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? നരേന്ദ്രമോദിയുടെ പിക്ചറും ഭഗവത്ഗീതയും 25,000 വ്യക്തികളുടെ പേരും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഡേറ്റ് എത്രയായിരുന്നു? 2021 ഫെബ്രുവരി 28. ഇനി ഞാൻ പറഞ്ഞായിരുന്നു മറ്റൊരു ഉപഗ്രഹമായിരുന്നു ആമസോണിയ. ബ്രസീലിന്റെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു ഏത്? ആമസോണിയ. അപ്പോൾ PSC ചോദിക്കാം, PSLV-C 51 ഉണ്ടായിരുന്ന ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഏതാണത്? ആമസോണിയ. ഓക്കെ അല്ലേ? അപ്പൊ PSLV-C 51 നരേന്ദ്രമോദിയുടെ പിക്ചർ ഉൾപ്പെടെയുള്ള SD-SAT-ഉം ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണമായ ആമസോണിയയും ഉണ്ടായിരുന്നു. ഡേറ്റ് എത്രയാ? 2021 ഫെബ്രുവരി 28. അപ്പൊ നമ്മള് PSLV-C 51 കൂടി പറഞ്ഞു. ഈ PSLV-C 51 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരു ചെറിയ കഥ ഒന്ന് കേട്ടെ. നമ്മുടെ ഈ ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യയിൽ വന്ന് വിക്ഷേപിക്കുന്നില്ലേ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ISROയുടെ കമ്പനിയാണ് ഇത്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ. നമുക്കതിനെ എങ്ങനെ പറയാം? ISROയുടെ വാണിജ്യ ഏജൻസി അല്ലെങ്കിൽ വാണിജ്യ കമ്പനിയാണ് ഏത്? അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വിങ് ആണ് ഏത്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ. 2019 ഇന്ത്യ മറ്റൊരു കൊമേഴ്ഷ്യൽ വിങ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ പേരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. എന്താ പേര്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയ്ക്ക് ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു വാണിജ്യ സ്ഥാപനം ഉണ്ടായിരുന്നു. അതുകൂടാതെ 2019 ISRO സ്ഥാപിച്ച പുതിയ വാണിജ്യ കമ്പനി അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനമാണ് ഇത്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ വിക്ഷേപണമാണ് ഏത്? PSLV-C 51. ഈ PSLV-C 51 നേതൃത്വം കൊടുത്ത ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ഏത്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് PSLV-കളെ കുറിച്ചാണ്. ഇതിന്റെ മറ്റു ടോപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ള വസ്തുതകളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.